അപ്പോൾ നമുക്കിന്നൊരു ആപ്പിൾ കസ്റ്റാർഡ് പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ഗ്രീൻ ആപ്പിൾ, അത് ചോപ്പ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. പിന്നീട് വേണ്ടത് 1 ടിൻ കസ്റ്റാർഡ് പൗഡർ ഉള്ളവരാണെങ്കിൽ അത് കസ്റ്റാർഡായിട്ട് മേക്ക് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമുക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ സ്വീറ്റ് കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം അവരുടെ ആവശ്യത്തിനനുസരിച്ച്. കൂടാതെ നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഡ്രൈ നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെയാണ് ഈ റെസിപ്പിക്കായിട്ട് ആവശ്യമുള്ളത്. പീൽ ചെയ്ത് കട്ട് ചെയ്തെടുത്ത ആപ്പിൾ 1 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ച് വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് പൊട്ടിച്ച് ടിൻ കസ്റ്റാർഡ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വീണ്ടും ഗ്യാസ് ഓൺ ചെയ്ത് അത് സ്റ്റിർ ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യമായ ഷുഗർ ആഡ് ചെയ്യുക. ആഡ് ചെയ്യേണ്ടവർക്ക് മാത്രം, അല്ലാത്തവർക്ക് ഷുഗർ ആഡ് ചെയ്യാതെ ഇത് ഉപയോഗിക്കാം, മധുരം വേണ്ടാന്നുള്ളവർക്ക്. പിന്നീട് ആപ്പിൾ കസ്റ്റാർഡ് നല്ലപോലെ വാമായി വന്നു കഴിയുമ്പോഴത്തേന് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഓരോ ബൗളിനകത്താക്കി സെർവ് ചെയ്യുന്ന രീതിയിലേക്ക് എടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. തണുപ്പിച്ച് ഉപയോഗിക്കേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിനുശേഷവും ഇത് സെർവ് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരാം.